നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലെ സ്റ്റാളുകൾ ശ്രദ്ധേയമാവുന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളുകൾ സന്ദർശിച്ചു. കോതമംഗലത്തെ കടവൂർ വില്ലേജിലെ പട്ടയ വിതരണം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പാറക്കടവിലെ ഏലത്തോട്ടത്തിൽ നിന്ന് ഏലക്ക മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. മുണ്ടക്കയം കൂട്ടിക്കൽ സ്വദേശി സുബിനാണ് പിടിയിലായത്. ഇടുക്കി ജില്ലാ മലയാള കാവ്യസാഹിതി ജില്ലാ വാർഷികവും പുസ്തക പ്രകാശനവും നടന്നു. തൊടുപുഴ പെൻഷൻ ഫണ്ട് ഹാളിൽ നടന്ന പരിപാടി പുസ്തകകലാ സാഹിത്യ നിരൂപകനും മഗാസ സംസ്ഥാന പ്രസിഡന്റുമായ കാവാലം അനിൽ ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂരിൽ മഹാജൂബിലി സ്മാരകമായി പുനർനിർമ്മിച്ചിരിക്കുന്ന സെന്റ് ആന്റണീസ് കപ്പളയുടെ വെഞ്ചിരിപ്പും പ്രതിഷ്ഠയും തിങ്കളാഴ്ച നടക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇടുക്കി ചെറുതോണി വാഴത്തോപ്പ് VHS സ്കൂൾ മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ ശ്രദ്ധേയമാകുന്നു. കഴിഞ്ഞ 9 വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ നേട്ടങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതോടൊപ്പം വിവിധ ടെക്നിക്കൽ കോളേജുകൾ, ടെക്നിക്കൽ സ്കൂളുകൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുടെ പ്രൊജക്ടുകളും വർക്കിംഗ് മോഡലുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളുകൾ സന്ദർശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് ഇടുക്കി ചെറുതോണി വാഴത്തോപ്പ് VHS സ്കൂൾ മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം ഇടുക്കി എക്സ്പോ 2025 ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളുകൾ ശ്രദ്ധേയമാകുന്നു. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, കോളേജിയേറ്റ് എഡ്യൂക്കേഷണൽ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയവ. എന്റെ കേരളം 2025 ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളുടെ ഏകോപനം നടത്തുന്നത് DTE കേരളയ്ക്ക് വേണ്ടി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജാണ്. ഈ സ്ഥാപനങ്ങളിൽ കേരള ഗവൺമെന്റിന്റെ കഴിഞ്ഞ 9 വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കൽ, ടെക്നിക്കൽ ഹൈസ്കൂളുകൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റുകളും വർക്കിംഗ് മോഡലുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, OBC ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ അരുൺ മുതലായ പ്രമുഖർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളുകൾ സന്ദർശിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന റെയിൽവേ ക്രാക്ക് ഡിറ്റക്ഷൻ സിസ്റ്റം, കാട്ടുതീയുടെ വ്യാപനം മുൻകൂട്ടി പ്രവചിക്കുന്ന ഉപകരണം, വന്യജീവികളെ കണ്ടെത്തി അവയെ തുരത്തുവാനുള്ള ഡ്രോൺ സിസ്റ്റം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള വിവരങ്ങൾ തുടങ്ങിയ വിവിധ പ്രോജക്റ്റുകളും മറ്റും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിൽ തന്നെ, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതലുള്ള പൂമ്പാറ്റകളുടെ ഒരു ശേഖരം, 500 പൂമ്പാറ്റകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ ടെലിഗ്രാം ആപ്ലിക്കേഷനിലേക്ക് പോകും. ആ ആപ്ലിക്കേഷനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. നമ്മൾ ഒരു പൂമ്പാറ്റനെ കാണുവാണെങ്കിൽ ആ പൂമ്പാറ്റയുടെ ഒരു പിക്ചർ എടുത്തിട്ട് നമ്മൾ ആ ആപ്ലിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് പൂമ്പാറ്റയാണ് എന്ന് ഇത് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മളിത് ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അതിനകത്ത് കാണിച്ചിരിക്കുന്ന നീല പൂമ്പാറ്റനെ നമ്മൾ അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ പേരടക്കം വരും. ഇത് AI വെച്ചിട്ടുള്ള നമ്മുടെ മറ്റൊരു പ്രൊജക്റ്റാണ്. ഇത് ഡോക്ടർ സന്തോഷ് കുമാർ DC ഇടുക്കിയിലെ PGDനും നേരത്തെ പ്രിൻസിപ്പൽ ചാർജുമായിരുന്നു. അപ്പോൾ സാറ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. സാറിൻ്റെ ഒരു റിസർച്ച് ഗ്രൂപ്പുമുണ്ട്. അപ്പോൾ ആനക്കുളത്ത് ആനക്കുളത്ത് ആന, അപ്പോൾ ഇവിടെ ആന വന്നിട്ടുണ്ടോ എന്ന് ഓരോ ഫോറസ്റ്റ് ഓഫീസിലും ഇരിക്കുന്ന മോണിറ്ററിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സ്മാർട്ട് ക്യാമറയൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് ഡിറ്റക്ട് ചെയ്യുക. അപ്പോൾ പൊതുജനത്തിനൊക്കെ ഇനി അത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഞങ്ങളുടെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ചെയ്ത പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഓട്ടോണമസ് മൊബൈൽ റോബോട്ട് എന്നാണ് ഈ പ്രോജക്റ്റിൻ്റെ പേര്. ഇതിൽ പ്രധാനമായും ഈ റോബോട്ട് കൃത്യമായിട്ട് ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് മറ്റൊരു സുഗമമായ പാത തിരഞ്ഞെടുത്തുകൊണ്ട്
ആ തടസ്സങ്ങളെ അതിജീവിച്ച് പോയി നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ഉദ്ദേശം. നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ ഇത്രയും UG/PG കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ കട്ടപ്പനയിലാണെങ്കിൽ കട്ടപ്പന ഗവൺമെൻറ് കോളേജിൽ നമ്മുടെ ഒരു LSC സെൻ്ററാണ്. നമുക്ക് അതുപോലെ കേരളം മുഴുക്കെ 23 LSC സെൻറ്റേഴ്സ് ആണുള്ളത്. നമുക്ക് സാറ്റർഡേ സൺഡേസിന് മാത്രമേ ക്ലാസ്സുകളുള്ളൂ. സൺഡേസിലാണ് കൂടുതലായിട്ടുള്ളത്. 50% ഓൺലൈനും 50% ഓഫ്ലൈൻ ക്ലാസ്സുകളാണുള്ളത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എക്സിബിഷന് വേണ്ടിയുള്ള ചാർജ് തന്നിരിക്കുന്ന ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ നേതൃത്വത്തിൽ ഈ എക്സിബിഷൻ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായിട്ടുള്ള മരണ നേട്ടങ്ങളിൽ മെയിനായിട്ട് നമുക്ക് പറയാനാണെങ്കിൽ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ച് നമുക്ക് കിഫ്ബി വഴി 24.46 കോടി രൂപയുടെ ഒരു 600 കുട്ടികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യം ഇപ്പോൾ സർക്കാർ സാങ്ഷൻ ചെയ്തു തന്നിട്ടുണ്ട്. അതേപടി നമുക്ക് OBC ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബോയ്സ് ഹോസ്റ്റൽ 5 കോടിയുടെ ബോയ്സ് ഹോസ്റ്റലും സാങ്ഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികളെല്ലാം ആരംഭിച്ചു. ഈ സിൽവർ ജൂബിലി വർഷം ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് സർക്കാർ തന്ന മരണ നേട്ടങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ഇത് തന്നെയാണ്. ഇതിനുവേണ്ടി നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോടും നമ്മുടെ ഇടുക്കിയുടെ മന്ത്രിയായിരിക്കുന്ന ജലവിഭവശേഷി മന്ത്രിയായിരിക്കുന്ന ശ്രീ റോഷി അഗസ്റ്റിനോടും അകമഴിഞ്ഞ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇടുക്കി ചെറുതോണി വാഴത്തോപ്പ് VHS സ്കൂൾ മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സന്ദർശകരുടെ തിരക്കേറുന്നു. വിവിധ സ്റ്റാളുകൾ സന്ദർശിക്കാൻ എത്തുന്നവരുടെ തിരക്ക് ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. കോതമംഗലം താലൂക്കിൽ 5000 പട്ടയങ്ങൾ കൂടി അനുവദിക്കുന്നതിനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. കോതമംഗലത്തെ കടവൂർ വില്ലേജിലെ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോതമംഗലം മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, ജില്ലാ കളക്ടർ NSS K ഉമേഷ്, ഫോർട്ട് കൊച്ചി സബ് കളക്ടർ K മീര, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കോതമംഗലം താലൂക്കിൽ 5000 പട്ടയങ്ങൾ കൂടി അനുവദിക്കുന്നതിനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. കോതമംഗലത്തെ കടവൂർ വില്ലേജിലെ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2,23,945 പട്ടയങ്ങൾ ഈ 4 വർഷത്തിനകം വിതരണം ചെയ്തു എന്ന അസാമാന്യമായിട്ടുള്ള ബഹുമതിക്ക് കേരളത്തിലെ ഗവൺമെന്റ് അർഹമാകാൻ പോകുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കൂടി സമയമെടുത്ത് പരിശോധിച്ചാൽ 4,956 പട്ടയങ്ങൾ ഔപചാരികമായി ഈ മെയ് മാസം പൂർത്തീകരിക്കുന്ന 4ാം വാർഷികത്തിനകത്ത് വിതരണം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ. നമ്മുടെ സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിന് വേണ്ടി ഒരു പട്ടയ മിഷൻ തന്നെ പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെയും അവരവരുടെ അധ്യക്ഷതയിൽ ഓരോ മണ്ഡലത്തിലെയും പഞ്ചായത്ത് മെമ്പർമാരും മുനിസിപ്പൽ കൗൺസിലർമാരും അടക്കം മുഴുവൻ ആളുകളെയും പട്ടയ അസംബ്ലി എന്ന പേരിൽ വിളിച്ചു ചേർത്ത് ഒരു യോഗം നടത്തി
നമ്മുടെ പഞ്ചായത്തിനകത്ത്, നമ്മുടെ വാർഡിനകത്ത് ഇനി ആർക്കെല്ലാം പട്ടയം കൊടുക്കാനുണ്ട് എന്ന പ്രശ്നം ആധികാരികമായി ചർച്ച ചെയ്ത് ഓരോ നിയോജകമണ്ഡലത്തിലും തഹസിൽദാരിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനെ, റവന്യൂ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി താലൂക്കിലും ജില്ലയിലും വിതരണം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളാണെങ്കിൽ അത് പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി ആ ഡാഷ്ബോർഡ് എല്ലാ 3 മാസക്കാലം കൂടുമ്പോൾ മന്ത്രി തന്നെ നേരിട്ട് പരിശോധിച്ച് അദാലത്തുകൾ ഓൺലൈനിലൂടെ നടത്തി പരിഹരിക്കുക എന്ന മഹത്തരമായിട്ടുള്ളൊരു ലക്ഷ്യം കേരള ചരിത്രത്തിലാദ്യമായി പട്ടയ മിഷനിലൂടെ. കടവൂർ, കുട്ടമ്പുഴ, നേരിമംഗലം വില്ലേജുകളിൽ പട്ടയം അനുവദിക്കുന്നതിന് വനം വകുപ്പുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മന്ത്രിതലത്തിൽ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ തീരുന്നതോടെ പ്രദേശത്തെ ഏകദേശം 5000 കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കോതമംഗലം മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, ജില്ലാ കളക്ടർ NSK ഉമേഷ്, ഫോർട്ട് കൊച്ചി സബ് കളക്ടർ K മീര, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജ്, കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനിസ് ഫ്രാൻസിസ്, MBI ചെയർമാൻ EK ശിവൻ, പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അമൽരാജ്, സീമ സിബി, മൂവാറ്റുപുഴ RDO PN അനി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി മുഹമ്മദ്, ശാന്തമ്മ പയസ്, മെജോ ജോർജ്, മാണി വർഗീസ്, PM കോയാകുട്ടി, KM കുര്യാക്കോസ്, മനോജ് ഗോപി, ജമാൽ പുതുപ്പാടി, ബേബി പൗലോസ്, ജിലേഷ് മാത്യു, ബിജു കുര്യാക്കോസ്, KK അനിൽകുമാർ, മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. അപൂർവ രോഗം ബാധിച്ച ചെറുപ്പക്കാരന്റെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. കോതമംഗലം താലൂക്കിലെ പിടവൂർ നിവാസിയായ അറക്കൽ നിയാസിന്റെ ചികിത്സാ സഹായത്തിനായിട്ടാണ് ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് ശേഖരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പിടവൂർ ബദരിയ ജമാഅത്ത് ഹാളിൽ ചേർന്ന ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റി യോഗം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ബദരിയ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ അധ്യക്ഷത വഹിച്ചു. ജനകീയ കമ്മിറ്റി യോഗം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ബദരിയ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ അധ്യക്ഷത വഹിച്ചു. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ, പഞ്ചായത്ത് അംഗങ്ങളായ KK ഹുസൈൻ, KM സെയ്ദ്, MS ബെന്നി, മുൻ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. ആന്റണി ജോൺ MLA ജനകീയ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരിയാണ്. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ, പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് എന്നിവർ ഉപരക്ഷാധികാരികളാണ്. പിടവൂർ ബദരിയ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഈറക്കൽ ചെയർമാൻ, KA കരീം, NB ഷാജഹാൻ, ഹംസ മാസ്റ്റർ മുല്ലശ്ശേരി വൈസ് ചെയർമാൻമാർ, അജിംസ് ബ്ലാങ്കര ജനറൽ കൺവീനർ, ഇന്ദുചൂടൻ PG, EH കരീം, അജാസ് വാരപ്പെട്ടി കൺവീനർമാർ, സലീം ചുള്ളിക്കാട്ട് ട്രഷറർ, PK മൊയ്തു, KM സെയ്ദ്, MB ഷൌക്കത്ത്, CP ഷക്കീർ കോർഡിനേറ്റർമാർ എന്നീ ജനകീയ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. കട്ടപ്പന പാറക്കടവിലെ ഏലത്തോട്ടത്തിൽ നിന്ന് ഏലക്ക മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. മുണ്ടക്കയം കൂട്ടിക്കൽ സ്വദേശി സുബിനാണ് പിടിയിലായത്. ഏലത്തോട്ടം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വന്ന വാലുമേൽ ജോസഫ് ചാക്കോയുടെ ഏലത്തിന്റെ ശരം ഉൾപ്പെടെ മുറിച്ചു കടത്തിയ കേസിലാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത്. കട്ടപ്പന പാറക്കടവിലെ ഏലത്തോട്ടത്തിൽ നിന്ന് ഏലക്ക മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. മുണ്ടക്കയം കൂട്ടിക്കൽ സ്വദേശി സുബിനാണ് പിടിയിലായത്. പാറക്കടവിൽ ഏലത്തോട്ടം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വന്ന വാലുമേൽ ജോസഫ് ചാക്കോയുടെ ഏലത്തിന്റെ ശരം ഉൾപ്പെടെ മുറിച്ച് കടത്തിയ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 15 കിലോ ഏലക്കയും 1 ചാക്ക് ശരവുമാണ് മോഷ്ടിച്ചത്. കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് എൻ്റെ പാറക്കടവിൽ ഞാൻ പാട്ടെടുക്കുന്ന സ്ഥലമാണ്. അപ്പം ആ സ്ഥലത്ത് നിന്ന് 1 വർഷക്കാലമായിട്ട് സ്ഥിരമായിട്ട് ചെടിയിൽ നിന്ന് ശരം ഒടിച്ചുകൊണ്ട് പോയി ആരും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ ഒരു ചെടിയിൽ 4-5 ചരം വെച്ച് ഒടിച്ച് കൊണ്ടുപോകുന്നായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതിനകത്തുള്ള കെട്ടിടത്തിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ ഒരു ദിവസം ഞാൻ ഒരു താഴെ വെച്ച് നിലത്തൊരു ചരം കിടക്കുന്നുണ്ട്. ടെറസിൻ്റെ മണ്ട നോക്കിയപ്പം അതിനകത്ത് ഒത്തിരി 2 ചാക്കോളം ചരം ചെത്തി നേരത്തെ ചെടി അടത്തിയെടുത്ത് കൊണ്ടുപോയിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിച്ച് അവർ വന്ന് നോക്കി അന്വേഷിച്ച് പിന്നെ 5-6 മാസത്തോളം ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞാൻ കാട്ടിൽ 3 മണിക്ക് പറഞ്ഞിട്ട് നോക്കിയപ്പം ഈ കെട്ടത്തിൽ വന്ന് ചുമക്കുന്ന സൗണ്ട് കേട്ട് ചുമ്മാ ഒരു സംശയം ഒന്ന് നോക്കിയപ്പോൾ ഇവനകത്തുനിന്ന് കായ ശരത്തന്നെ അടത്തിക്കൊണ്ടിരിക്കും. ഒരു 10 രൂപയോളം കായും അതിൻ്റെ കൂടെ 1 ചാക്ക് ശരവും ഉണ്ടായിരുന്നു.
പിന്നെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു പോലീസുകാർ വിളിച്ച 5 മിനിറ്റിനുള്ളിൽ തന്നെ അവർ എത്രയും പെട്ടെന്ന് വന്ന് എടുക്കുകയും സ്റ്റേഷനിൽ കൊണ്ടുപോയി കാര്യം ചെയ്തു. പോലീസുകാരുടെ നല്ല രീതിയിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അവരെ പിടിക്കാൻ പറ്റിയത്. കാരണം അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, 6 മാസക്കാലമായിട്ട് അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വിളിച്ച് ചോദിക്കുമ്പം അവരെ നോക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, എന്തെങ്കിലും വിവരം കിട്ടുക സംശയം തോന്നാണ് വിളിച്ച് വരണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കൃത്യവാനെ കാണാനിടയായി. അപ്പോൾ തന്നെ പോലീസ് വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. എടുത്ത കായും സാധനങ്ങളെല്ലാം സ്റ്റേഷനിലാണ് കൊണ്ട് ഹാജരാക്കുകയും ചെയ്തു. നരിയമ്പാറ അമ്പലത്തിലെ കാണിക്കവഞ്ചി കുത്തി തുറന്ന് മോഷണം നടത്തിയതുൾപ്പെടെയുള്ള കേസുകളും സുബിനെതിരെയുണ്ട്. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇടുക്കി ജില്ലാ മലയാള കാവ്യസാഹിതി ജില്ലാ വാർഷികവും പുസ്തക പ്രകാശനവും നടന്നു. തൊടുപുഴ പെൻഷൻ ഭവൻ ഹാളിൽ നടന്ന പരിപാടി പുസ്തക കലാ സാഹിത്യ നിരൂപകനും മകാസ സംസ്ഥാന പ്രസിഡന്റുമായ കാവാലം അനിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ദിര രവീന്ദ്രൻ രചിച്ച കവിതാ സമാഹാരമായ കാലം മറച്ചുവെച്ചത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. മലയാള കാവ്യസാഹിതി ജില്ലാ പ്രസിഡന്റ് സുമ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഇടുക്കി ജില്ലാ മലയാള കാവ്യസാഹിതി ജില്ലാ വാർഷികവും പുസ്തക പ്രകാശനവും നടന്നു. തൊടുപുഴ പെൻഷൻ ഭവൻ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ഇന്ദിര രവീന്ദ്രൻ രചിച്ച കവിതാ സമാഹാരമായ കാലം മറച്ചുവെച്ചത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും പുസ്തക കലാസാഹിത്യ നിരൂപകനും മകാസ സംസ്ഥാന പ്രസിഡന്റുമായ കാവാലം അനിൽ നിർവഹിച്ചു. ഈ അതിപൊങ്ങച്ചം മലയാളിയെ ബാധിച്ചിട്ടുണ്ട്. പലപ്പോഴും മലയാളിയെ ബാധിക്കുന്ന എല്ലാം തന്നെ ഈ എഴുത്തുകാരനെ ബാധിക്കും. കാരണം എഴുത്തുകാരൻ അവരുടെ പ്രതിനിധിയാണ്. അവരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന ആളാണല്ലോ, സമൂഹത്തിൽ ജീവിക്കുന്ന ആൾ തന്നെയാണല്ലോ. അല്ലാതെ വ്യോമാന്തര ഗമനം നടത്തുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ എഴുത്തുകാര് അതിന്റെ പ്രതിനിധികളാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ സമൂഹം മുന്നോട്ട് വെക്കുന്ന നന്മയും തിന്മയും എല്ലാം അതിന്റെ ആകെത്തുകയാണ് ഒരു സാഹിത്യം ആയിട്ട് വരുന്നത്, സാഹിത്യ രൂപം ആയി മാറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ചില ഇടർച്ചകൾ സംഭവിക്കുന്നുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മലയാള സാഹിത്യം ലോക സാഹിത്യത്തിന് കിടപിടിക്കും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിന് ഇടർച്ചകളുണ്ട്. ഈ ഇടർച്ചയുടെ പ്രധാന കാരണം നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഈ ഒരു സമൂഹത്തിൽ ഉണ്ടായി വരുന്ന ഭിന്നിപ്പാണ്. അത് വർഗീയപരമായിട്ടും സാഹിത്യപരമായിട്ടും ഒക്കെ നമ്മൾ തന്നെ പരസ്പരം അറിയാത്തവരായി മാറുന്നുണ്ട്. മലയാള കാവ്യസാഹിതി ജില്ലാ പ്രസിഡന്റ് സുമ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ജില്ലാതല കവിതാ രചനാ മത്സര വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടന്നു. കവി മധു പത്മാലയം, സാഹിത്യകാരൻ രവീന്ദ്രൻ നായർ, കവിയും തപസ്യ ജില്ലാ പ്രസിഡന്റുമായ VK സുധാകരൻ, സാഹിത്യകാരൻ അജയ് വേണു പെരിങ്ങാശ്ശേരി, തുളസി ജയപ്രകാശ്, ബേബി ജോർജ് രാജാക്കാട്, ഗ്രന്ഥകാരി ഇന്ദിര രവീന്ദ്രൻ, ഗ്രേസി തോമസ് പാറായിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂരിൽ മഹാജൂബിലി സ്മാരകമായി പുനർനിർമ്മിച്ചിരിക്കുന്ന സെന്റ് ആന്റണീസ് കപ്പേളയുടെ വെഞ്ചിരിപ്പും പ്രതിഷ്ഠയും തിങ്കളാഴ്ച നടക്കും. വൈകുന്നേരം 5 മണിക്ക് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മഹാജൂബിലി സ്മാരകമായി നിർമ്മിച്ചിരിക്കുന്ന കപ്പേള കൂദാശ ചെയ്ത് വിശുദ്ധ ബലി അർപ്പിക്കുമെന്ന് വികാരി ഫാദർ സ്റ്റാൻലി പുൽപ്പറയിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു എഡാട്ട് എന്നിവർ അറിയിച്ചു. കരിമണ്ണൂരിന്റെ അനുഗ്രഹ സ്രോതസ്സായി, കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രതീകമായി, നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമായി കരിമണ്ണൂർ ടൗണിൽ പതിറ്റാണ്ടുകളായി സെന്റ് ആന്റണീസ് കപ്പേള നിലകൊള്ളുന്നു. വിശുദ്ധ അന്തോണീസിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ കപ്പേള ഈ നാടിന്റെ തന്നെ അഭിമാനമാണ്. 1949 അന്നത്തെ വികാരിയായിരുന്ന റവറൻ ഫാദർ ജോസഫ് മാവുങ്കലാണ് കപ്പേള നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. പ്രാരംഭദശയിൽ ഇത് ചെറിയൊരു ഷെഡായാണ് രൂപപ്പെടുത്തിയത്. തുടർന്ന് 1951 റവറൻ ഫാദർ ജോസഫ് നമ്പ്യാപറമ്പിൽ മനോഹരമായ മുഖവാരം കൂട്ടിച്ചേർത്ത് ക്രിസ്തുരാജിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും രൂപങ്ങൾ പ്രതിഷ്ഠിച്ച് കപ്പേള വിപുലീകരിച്ചു. കരിമണ്ണൂർ പള്ളി പണിയുന്നതിന് നേതൃത്വം നൽകിയ നാഗർകോവിൽ സ്വദേശിയായ ആശീർവാദ മേസ്തിരിയും സംഘവുമാണ് കപ്പേളയും നിർമ്മിച്ചത്. പൂർത്തിയായ കപ്പേളയുടെ ആശീർവാദം 1952 അന്നത്തെ മെത്രാനായിരുന്ന മാർ മാത്യു പോത്തനാമൊഴി പിതാവ് നിർവഹിച്ചു. അന്നത്തെ കപ്പേളയുടെ ഏറ്റവും മുകളിലായി ടൗണിനെ അനുഗ്രഹിച്ചു നിന്നിരുന്ന ക്രിസ്തുരാജിന്റെ രൂപം തുരുത്തിക്കര വർക്കി നൽകിയതാണ്. അതിന് താഴെയായി സ്ഥിതി ചെയ്തിരുന്ന വിശുദ്ധ അന്തോണീസിന്റെ രൂപം നൽകിയത് വട്ടക്കാവിൽ മാണിയും കുടുംബവുമായിരുന്നു. കപ്പേളയുടെ സ്ഥലപരിമിതി പരിഗണിച്ച് 2002-2003 കാലയളവിൽ റവറൻ ഫാദർ ജോസ് പീച്ചാട്ടിന്റെ നേതൃത്വത്തിൽ ഇരുവശവും കൂട്ടിയെടുത്ത് കൂടുതൽ സൗകര്യപ്രദമാക്കി. ബലക്ഷയം മൂലം അറ്റകുറ്റപ്പണികൾ
അപ്രായോഗികമായതിനാൽ നിലവിലുള്ള കപ്പേള പുതുക്കി പണിയുന്നതിന് തീരുമാനിച്ചു. പുതിയ കപ്പേളയുടെ അടിസ്ഥാന ശിലയുടെ ആശീർവാദം 2024 ഒക്ടോബർ 31 മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട് നിർവഹിച്ചു. ഇടവകയിൽ നിന്നുള്ള വൈദികരുടെ സമൂഹബലിക്ക് ശേഷം പുതിയ കപ്പേളയുടെ ശിലാസ്ഥാപനം 2024 നവംബർ 14 വികാരി ഫാദർ സ്റ്റാൻലി പുൽപ്പറയിൽ നിർവഹിച്ചു. മഹാജൂബിലി വർഷമായും തിരുസഭ ആചരിക്കുന്നതിന്റെ സ്മാരകമായിട്ടാണ് കപ്പേള പുനർനിർമ്മിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മഹാജൂബിലി സ്മാരകമായി നിർമ്മിച്ചിരിക്കുന്ന കപ്പേള കൂദാശ ചെയ്ത് വിശുദ്ധ ബലിയർപ്പിക്കുന്നതിന് വികാരി ഫാദർ സ്റ്റാൻലി പുൽപ്പറയിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു എടാട്ട് എന്നിവർ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, കരിമണ്ണൂരിൻ്റെ ആധ്യാത്മിക സ്രോതസ്സും വലിയ ഭക്തിയുടെ നിറവുമായ നമ്മുടെ സെൻറ് ആൻ്റണീസ് കപ്പേള 2025 മഹാജൂബിലി സ്മാരകമായിട്ട് പുനർനിർമ്മിച്ചിരിക്കുകയാണ്. ഈ നിർമ്മാണത്തിൽ ഇടവകയുടെയും സമീപവാസികളുടെയും ജാതി മതഭേദമന്യേ എല്ലാവരുടെയും നിർലോഭമായ സഹകരണവും പ്രോത്സാഹനവും ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഈ കപ്പേള വിശുദ്ധ അന്തോനീസിൻ്റെ നാമത്തിലാണ് സ്ഥാപിതമായിരിക്കുക. വിശുദ്ധ അന്തോനീസ് നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും അതുപോലെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനുമായി അനേകായിരങ്ങൾ സമീപിക്കുന്ന വിശുദ്ധനാണ്. പതിറ്റാണ്ടുകളായി ഈ വിശുദ്ധൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിയവരാണ് കരിമണ്ണൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ എന്ന് എടുത്തു പറയുന്നതിൽ സന്തോഷമുണ്ട്. മഹാജൂബിലി സ്മാരകമായി പുനർനിർമ്മിച്ചിരിക്കുന്ന ഈ കപ്പേളയുടെ കൂദാശകർമ്മം 2025 മെയ് 5 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് നിർവഹിക്കുകയാണ്. പുനർനിർമ്മിച്ചിരിക്കുന്ന കപ്പേളയുടെ സവിശേഷതകളായി എടുത്തു പറയാവുന്നത്, ദിവസത്തിൽ പല പ്രാവശ്യം ദൈവസാന്നിധ്യ സ്മരണ ഉണർത്തുവാനും പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് വിശ്വാസികളെ നയിക്കുന്നതിനുമായി സ്ഥാപിച്ചിരിക്കുന്ന വലിയ ഒരു ക്ലോക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 10 അത്ഭുതങ്ങൾ രൂപകൽപ്പന ചെയ്ത് അൾത്താരയിലും വെന്റിലേഷനുകളിലുമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി നിർവഹിച്ചിരിക്കുന്ന ഒരു കലാസൃഷ്ടി കൂടിയാണ്. ഈ വിധത്തിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടെ ഈ പ്രാർത്ഥനാ മന്ദിരം അനേകർക്ക് അഭയസ്ഥാനവും അത്താണിയുമായി ദൈവസന്നിധിയിലേക്ക് ചിന്തകൾ ഉയർത്തുന്നതിന് എല്ലാവരെയും മാടി വിളിക്കുന്ന പ്രകാശഗോപുരമായി നിലകൊള്ളുകയാണ്. ഇതിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച എല്ലാവരെയും ഇടവക കുടുംബം ഒരുമിച്ച് ചേർന്ന് നാനാജാതി മതസ്ഥരായ എല്ലാവരെയും ഈ ആശീർവാദ കർമ്മത്തിലേക്കും തുടർന്നുള്ള സ്നേഹവിരുന്നിലേക്കും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അംഗപരിമിതർക്ക് അനായാസം തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്നതിന് റോഡ് നിരപ്പിൽ തന്നെ വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ഗ്രോട്ടോയും ദിവസത്തിൽ പല പ്രാവശ്യം ദൈവസാന്നിധ്യ സ്മരണയുണർത്താനും പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നതിനുമായി പ്രാർത്ഥനാ മഞ്ജരികൾ പാടുന്ന വലിയൊരു ക്ലോക്കും കപ്പേളയുടെ സവിശേഷതകളാണ്. അകത്ത് വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ 2 അത്ഭുതങ്ങൾ മദ്ഹയിൽ കൊത്തിവെച്ചിരിക്കുന്നതിനും 8 അത്ഭുതങ്ങൾ സ്റ്റെയിൻ ഗ്ലാസിൽ വെന്റിലേഷനുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നതും പുനർനിർമ്മിച്ചിരിക്കുന്ന കപ്പേളയെ കൂടുതൽ മനോഹരമാക്കുന്നു. നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ 1974-1975 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സംഗമം കോർഡിനേറ്റർ ബേബി കുന്നുപുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സ്കൂൾ ഹെഡ്മാസ്റ്റർ നോബിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കാലം മായ്ക്കാത്ത 50 സുവർണ വർഷങ്ങളുടെ ഓർമ്മകൾ പുതുക്കി ജീവിതത്തിലെ അസുലഭ നിമിഷങ്ങൾക്ക് പുതുജീവൻ പകർന്ന് സൗഹൃദത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഓർമ്മ പുതുക്കി നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ 1974-75 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. സി ജാൻസി FCC ആലപിച്ച ഈശ്വര പ്രാർത്ഥന സദസ്സിനെ വർഷങ്ങൾ പിന്നോട്ട് നയിച്ചു.
പ്രണമിക്കുന്നു പ്രിയസുതരിന്നിവർ പ്രതാപ സന്നിധിയിൽ. പ്രണമിക്കുന്നു പ്രിയസുതരിന്നിവർ പ്രതാപ സന്നിധിയിൽ. കിടക്കും പുൽച്ചെടിയും മേടും കളകളഗാനം പാടിപ്പുളകം വിരിയും കാട്ടാറുകളും. കിടക്കും പുൽച്ചെടിയും മേടും കളകളഗാനം പാടിപ്പുളകം വിരിയും കാട്ടാറുകളും. 57 പൂർവ്വ വിദ്യാർത്ഥികളും 3 അധ്യാപകരും 2 അനധ്യാപകരും പങ്കെടുത്ത സംഗമം സ്കൂൾ ഹെഡ് മാസ്റ്റർ നോബിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിലൊക്കെ എത്തിച്ചേർന്നു. പക്ഷേ സ്കൂളിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ പഠിച്ചിരുന്ന എണ്ണത്തിൽ നിന്ന് വളരെയധികം താഴോട്ട് പോകുന്നു. ആളുകൾ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയതനുസരിച്ച് പോപ്പുലേഷൻ കുറയുകയും എണ്ണം കുറയുകയും ഒക്കെ ചെയ്തു. എന്നാലും ഉള്ളവർ നല്ല സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് 50 വർഷങ്ങൾക്ക് ശേഷം, പലരും 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നടക്കല് കയറി വന്നതെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ പേരും നൈശ്വരിക്കാരല്ലാത്തവരോ അല്ലെങ്കിൽ ഇവിടെ വരാത്തവരൊന്നും റോഡിലൂടെ പോകുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് കയറാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. പല 4 ബാച്ച് കൂടിയതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള ഒരു ബാച്ച് 114 പേരെയാണ് ഞാൻ എണ്ണിയതെന്ന്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു ബാച്ച് സംഗമത്തിന് വന്നത് നിങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. റീയൂണിയൻ കോർഡിനേറ്റർ ബേബി തോമസ് കുന്നുംപുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ലിസമ്മ ജോസ് സ്വാഗതവും ബാബു മാത്യു അനുസ്മരണവും നടത്തി. ജോർജ് KC, സോജൻ ജോർജ് എന്നിവർ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. ചടങ്ങിൽ അധ്യാപകരായ KV ജോസ്, KV മേരി, സിസ്റ്റർ എമറൻസിയ, അനധ്യാപകരായ CP ഔസേബ്, ത്രേസ്യമ്മ എന്നിവർക്ക് ആദരവൊരുക്കി. റീയൂണിയൻ കോർഡിനേറ്റർ ബേബി തോമസിന് മൊമന്റോയും കൈമാറി. തുടർന്ന് അധ്യാപകർ മറുപടി പ്രസംഗത്തിലൂടെ നന്ദി അറിയിക്കുകയും ഫ്രാൻസിസ് KA ചടങ്ങിന് കൃതജ്ഞത അറിയിക്കുകയും ചെയ്തു. എത്ര ഓർത്തെടുത്താലും മതിവരാത്ത കൗമാരത്തിന്റെ ഓർമ്മകൾ പുതുക്കി വീണ്ടും ഈ അക്ഷരമുറ്റത്ത് ഒത്തുചേരാം എന്ന് ഉറപ്പോടെ കാലം എത്ര കടന്നുപോയാലും ഒളിമങ്ങാത്ത സ്നേഹ സൗഹൃദം പുതുക്കി അവർ യാത്ര പറഞ്ഞു. കടപ്പുവെള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്ന ജീവമേഘം. റോഡിന്റെ അരികെ ഇടിഞ്ഞു വീണ് വീടിന് അപകട ഭീഷണി ഉയർത്തുന്നു. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ 15ാം വാർഡ് വെട്ടിമറ്റത്താണ് സംഭവം. റോഡിന്റെ ഓരായം ഇടിഞ്ഞു വീഴുന്നതിനെ തുടർന്ന് ത്രാക്കണ്ടത്തിൽ ചാക്കോയുടെ വീടാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. വീടിന്റെ മുകളിലുള്ള മൺതിട്ട ഏതു നിമിഷവും വീട്ടിലേക്ക് പതിക്കാവുന്ന സ്ഥിതിയിലാണ്. രാത്രികാലങ്ങളിൽ കനത്ത മഴ പെയ്യുന്നതും റോഡിലെ വെള്ളം വീട്ടിലേക്ക് പതിക്കുന്നതും ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്നു. രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ച് ഭയപ്പാടോടെ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ കുടുംബം. അധികാരികൾ എത്രയും വേഗം ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് അംഗം MJ ജേക്കബ് സംഭവസ്ഥലം സന്ദർശിച്ചു. ശ്രീ ജോയി പുത്തേട്ട്, പ്രദീപ് ആക്കിപ്പറമ്പിൽ, ജിബി വട്ടോടിയിൽ, ബിജു KR എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. പോപ്സ് എസ്റ്റേറ്റ് ഭാഗ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിലും ജോലി തുടരുവാൻ കഴിയാത്ത സാഹചര്യത്തിലും INTUC, KPW, HRPE യൂണിയനുകൾ പ്രതിഷേധം ശക്തമാക്കുന്നു. 7-ന് വണ്ടിപ്പെരിയാർ പ്രതിഷേധ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
പോപ്സ് എസ്റ്റേറ്റ് വക തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിലും ജോലി തുടരുവാൻ കഴിയാത്ത സാഹചര്യത്തിലും INTUC, KPW, HRPE യൂണിയനുകൾ പ്രതിഷേധം ശക്തമാക്കുന്നു. പോപ്സ് കമ്പനി വക പീരുമേട്ടിലെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് 4 മാസമായി ശമ്പളം നൽകാതെ തങ്ങളുടെ ഉപജീവന മാർഗമായി ജോലി തുടരുവാൻ സാധിക്കാതെ വീണ്ടും ജീവിത ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന നയമാണ് പോപ്സ് മാനേജ്മെന്റ് സ്വീകരിച്ചു വരുന്നത്. തൊഴിലാളികളുടെ ശമ്പള പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി നടന്ന മന്ത്രിതല ചർച്ചയും വിഫലമായിരിക്കുകയാണ്. അധ്യയന വർഷം ആരംഭിക്കുവാനിരിക്കെ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതടക്കമുള്ള ഭാരിച്ച ചിലവുകളും വരുവാനിരിക്കെ തൊഴിലാളികളുടെ ജീവിതം നരകപൂർണമായി കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് INTUC, KPW, HRPE യൂണിയനുകൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. പോസ്റ്റ് മാനേജ്മെന്റിന്റെ നിഷേധ നിലപാടിനെതിരെയും വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ നയത്തിനെതിരെയും 7-ാം തീയതി വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പോപ്സ് എസ്റ്റേറ്റ് വക തോട്ടങ്ങളിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അലംഭാവത്തെ പ്രതിഷേധിച്ചുകൊണ്ട് INTUCയുടെ നേതൃത്വത്തിലുള്ള തൊഴിലാളികൾ ഈ മാസം 7-ാം തീയതി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞും 2 മണി മുതൽ വണ്ടിപ്പെരിയാറ്റിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുകയാണ്. പോപ്സ് എസ്റ്റേറ്റ് വക തോട്ടങ്ങളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വലിയ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. തൊഴിലാളികൾക്ക് 4 മാസത്തെ ശമ്പളം കൊടുക്കാത്ത ഒരു ദുസ്ഥിതി അവിടെ തുടരുന്നു. തൊഴിലാളികൾ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് INTUC പല പ്രാവശ്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ വിളിച്ചെങ്കിൽ പോലും ആ ചർച്ചയിൽ തോട്ടം മാനേജ്മെൻറ്റ് വളരെ ധിക്കാരപരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ തൊഴിലാളികൾക്ക് കൊടുക്കുവാനുള്ള ശമ്പള കുടിശ്ശിക നൽകുന്നതിനോ മാനേജ്മെൻറ്റ് തയ്യാറായി. ഫലപ്രദമായ ഒരു ചർച്ച നടത്തുന്നതിന് പോലും മാനേജ്മെൻറ്റ് മുന്നോട്ട് വന്നില്ല. അത് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഉടനെ തന്നെ അടുത്ത ചർച്ച നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ് തൊഴിലാളികളുടെ താല്പര്യങ്ങളിൽ തികച്ചും അനാസ്ഥ കാണിച്ച് മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിയാണ്. ഇവിടുത്തെ MLAയുടെ ഏറ്റവും അടുത്തുള്ള പ്രദേശമാണ്. അദ്ദേഹം താമസിക്കുന്നതിന് വളരെ അടുത്താണെങ്കിൽ പോലും ഈ തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ തികച്ചും ഒരു നിഷ്ക്രിയത്വമാണ് അദ്ദേഹം കാണിക്കുന്നത്. തൊഴിലാളി യൂണിയൻ നേതാവും സ്ഥലവാസിയുമായ പീരുമേട് MLA തൊഴിൽ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നും നേതാക്കൾ ആരോപിച്ചു. വണ്ടിപ്പെരിയാർ KPW യൂണിയൻ ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ HRPE യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഖ് തോമസ്, KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനടുത്ത്, നേതാക്കളായ S ഗണേശൻ, N മഹേഷ്, KS വിനോദ്, പ്രേംകുമാർ എന്നിവർ പങ്കെടുത്തു. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പുതുകുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ 5-ാം തീയതി ആയില്യനാൾ പൂജകളും ചടങ്ങുകളും നടക്കും. രാവിലെ 4-ന് നിർമ്മാല്യ ദർശനം, 4:15-ന് അഭിഷേകങ്ങൾ, 5-ന് മലർനേദ്യം, 5:30-ന് നൂറും പാലും നേദിക്കൽ, 6-ന് ഗണപതി ഹോമം, 7:15-ന് ഉഷപൂജ, 8-ന് പാൽപ്പായസ ഹോമം, 9-ന് അഷ്ടനാഗ പൂജ, 10:30-ന് ഉച്ചപൂജ, തുടർന്ന് തളിച്ചുകൊട, 12-ന് നടയടയ്ക്കൽ, വൈകുന്നേരം 4:30-ന് നട തുറക്കൽ, 6:30-ന് ദീപാരാധന, തുടർന്ന് സർപ്പബലി എന്നിവ ഉണ്ടായിരിക്കും. ആയില്യനാളിൽ രാവിലെ 4 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 4:30 മുതൽ 8:30 വരെയുമാണ് ദർശന സമയം. തൊണ്ടിക്കുഴ അമൃതകലശ ശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കലും നവീകരിച്ച അമൃതാലയം ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു. കലവറ നിറയ്ക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനവും നവീകരിച്ച അമൃതാലയം ഹാളിന്റെ ശിലാഫലക അനുഷ്ഠാനവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് B. നായർ നിർവഹിച്ചു. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് G. വിനോദ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി താഴ്മൺമഠം കണ്ഠര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. തൊണ്ടിക്കുഴ അമൃതകലശ ശാസ്താക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കലും നവീകരിച്ച അമൃതാലയം ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു. മെയ് 6 വരെയാണ് ഉത്സവം നടക്കുക. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനവും നവീകരിച്ച അമൃതാലയം ഹാളിന്റെ ശിലാഫലക അനാച്ഛാദനവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് B. നായർ നിർവഹിച്ചു.
നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഭക്തർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. നമ്മുടെ നാട്ടിലെ ഏത് ക്ഷേത്രമാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഇവിടെ ഇത് കിട്ടുന്ന ഫണ്ടുകളെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കുകയും ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ഈ ഭരണസമിതി ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇത്രയും നല്ല രീതിയിൽ ഈ ക്ഷേത്രം വരുന്നതിന് മുന്നോട്ട് പോകുന്നതിന് കാരണക്കാരി ഈ ഭരണസമിതിയാണ്. ഈ അന്യാധീനപ്പെട്ട് പോയ ഭൂമികൾ ഉൾപ്പെടെയുള്ളവ തിരിച്ചുപിടിക്കുന്നതിന് ഒക്കെ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഈ ക്ഷേത്രം ഇപ്പോൾ നിത്യപൂജയില്ല, ഇനി നിത്യപൂജയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിന് ഒട്ടനവധി കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ജി വിനോദ് അധ്യക്ഷത വഹിച്ചു. കാരിക്കോട്ട് ഭഗവതി ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി ജയകൃഷ്ണൻ പുതിയടത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് അനൂപ് OR, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ MP പ്രശാന്ത്, ജനറൽ കൺവീനർ PN സോമശേഖരൻ നായർ, ട്രഷറർ PG മുരളി, സെക്രട്ടറി CT സുഭാഷ്, മാതൃസമിതി ട്രഷറർ രമ, യുവ ബാലസമിതി പ്രസിഡന്റ് അർജുൻ പ്രശാന്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലെ സ്റ്റാളുകൾ ശ്രദ്ധേയമാവുന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളുകൾ സന്ദർശിച്ചു. കോതമംഗലത്തെ കടവൂർ വില്ലേജിലെ പട്ടയ വിതരണം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പാറക്കടവിലെ ഏലത്തോട്ടത്തിൽ നിന്ന് ഏലക്ക മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. മുണ്ടക്കയം കൂട്ടിക്കൽ സ്വദേശി സുബിനാണ് പിടിയിലായത്. ഇടുക്കി ജില്ലാ മലയാള കാവ്യസാഹിതി ജില്ലാ വാർഷികവും പുസ്തക പ്രകാശനവും നടന്നു. തൊടുപുഴ പെൻഷൻ ഫണ്ട് ഹാളിൽ നടന്ന പരിപാടി പുസ്തകകലാ സാഹിത്യ നിരൂപകനും മഗാസ സംസ്ഥാന പ്രസിഡന്റുമായ കാവാലം അനിൽ ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂരിൽ മഹാജൂബിലി സ്മാരകമായി പുനർനിർമ്മിച്ചിരിക്കുന്ന സെന്റ് ആന്റണീസ് കപ്പളയുടെ വെഞ്ചിരിപ്പും പ്രതിഷ്ഠയും തിങ്കളാഴ്ച നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.